വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് സെക്ഷനിലേക്ക്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോബൽ പ്രൈസിനെ കുറിച്ചാണ്. 2025 നോബൽ പ്രൈസിനെ കുറിച്ചാണ്. നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചതും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കാണും അല്ലെ. നോബൽ പ്രൈസ് വന്നു, 2025 പ്രഖ്യാപിച്ചു. അപ്പൊ ഈ സാഹചര്യത്തിൽ നോബൽ പ്രൈസ് 2025 ആണ് ഇന്ന് നമ്മൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. ചെറിയ കോഡും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. ഓൾറെഡി നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ എന്താണ് ഇതിന്റെ കോഡൊക്കെ സെറ്റ് ആക്കി നമ്മൾ കോഡൊക്കെ കണക്ഷൻ ചെയ്ത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണെങ്കിലും എല്ലാം കൂടി ഒന്നുകൂടി കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ക്ലാസ്സിൽ. അപ്പൊ നമ്മൾ നോബൽ പ്രൈസ് 2025 ആണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഉഷാറാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ വൈദ്യശാസ്ത്രം, മെഡിസിനുള്ള നോബൽ പ്രൈസ് കിട്ടിയവരിലേക്കാണ് നമ്മൾ പോകുന്നത്. 3 പേർക്കാണ് മെഡിസിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? മേരി ബ്രോങ്കോ US ആണ്, അതുപോലെ തന്നെ ഷിമോൺ സഗാഗുച്ചി ജപ്പാനാണ്, ഫ്രെഡ് റാംസ്ഡെൽ അമേരിക്കയാണ് അല്ലെ. 3 പേർക്കാണ് വൈദ്യശാസ്ത്രം മെഡിസിനുള്ള നോബൽ പ്രൈസ് ഇപ്രാവശ്യം 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? മേരിക്ക്, അതുപോലെ തന്നെ ഷിമോൺ സഗാഗുച്ചി, അതുപോലെ തന്നെ ഫ്രെഡ് റാംസ്ഡെൽ. ഇവർക്ക് 3 പേർക്കുമാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ പേര് സെറ്റായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ പേരുകൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ട് നമുക്കൊന്ന് കോഡ് ഇട്ട് കണക്ട് ചെയ്യാം. എന്തായാലും ഡെയിലി കറണ്ട് അഫയേഴ്സിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു AI പിക്ചർ വെച്ചിട്ട്. ആ പിക്ചർ തന്നെയാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. AI പിക്ചറിന്റെ സഹായത്തോടെ നമുക്ക് ഈ 3 പേരുകളും ഒന്ന് സെറ്റാക്കി വെക്കാം. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ മേരി എന്ന് പറയുന്നത്. ഈ AI പിക്ചറിൽ ഇരിക്കുന്ന പുള്ളിക്കാരത്തിയാണ് നമ്മുടെ മേരി എന്ന് പറയുന്നത്. മേരിക്ക് US വെച്ച് എന്ത് വന്നെന്ന് അറിയാവോടാ? ജപ്പാൻ ജ്വരം വന്നു. മേരിക്ക് US വെച്ച് എന്ത് വന്നു? ജപ്പാൻ ജ്വരം വന്നു. ജപ്പാൻ ജ്വരത്തിന്റെ കൂടെ എന്ത് വന്നു? അമിതമായിട്ടുള്ള മോണവേദനയും ഷിവറിങ്ങും സഹിക്കാൻ മേല. അപ്പൊ മേരിക്ക് എന്ത് സഹിക്കാൻ മേല? ജപ്പാൻ ജ്വരം വന്നു. ജപ്പാൻ ജ്വരത്തിന്റെ കൂടെ എന്ത് വന്നു? ഭയങ്കരമായ ഷിവറിങ്ങും അതുപോലെ തന്നെ മോണവേദനയും സഹിക്കാൻ മേല. എങ്കിലും മേരിക്ക് എന്ത് കഴിക്കാതിരിക്കാൻ പറ്റൂല? ഫ്രൈഡ് റൈസ് കഴിക്കാതിരിക്കാനും പറ്റൂല. എങ്കിലും മേരിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാതിരിക്കാനും പറ്റൂല. ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ആളെ നമുക്ക് കിട്ടി, മേരി. US വെച്ചാണ് മേരിക്ക് എന്ത് വരുന്നത്? ജപ്പാൻ ജ്വരം വരുന്നത്. മേരി എവിടുത്തുകാരിയാണ്? US ആണ് അല്ലെ. US ആണെന്ന് ഓർത്ത് വെക്കാം. എന്താ മേരിക്ക് വരുന്നത്? ജപ്പാൻ ജ്വരമാണ്. ജപ്പാൻ ജ്വരത്തിന്റെ കൂടെ എന്താ വരുന്നത്? ഭയങ്കരമായ ഷിവറിങ്ങും അതുപോലെ തന്നെ മോണവേദനയും സഹിക്കാൻ മേല. ഷിമോൺ സഗാഗുച്ചി. സഹിക്കാൻ മേലടാ ഷിവറിങ്ങും മോണവേദനയും നമ്മുടെ മേരിക്ക് സഹിക്കാൻ മേല. ഷിമോൺ സഗാഗുച്ചി ജപ്പാനാണ്. ഓർത്ത് വെക്കുക, ജപ്പാൻ ജ്വരം ജപ്പാനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. എങ്കിലും മേരിക്ക് എന്ത് കഴിക്കാതിരിക്കാൻ പറ്റൂല? ഇവിടെ നോക്ക, ഫ്രെഡ് റാംസ്ഡെൽ അമേരിക്ക. ഫ്രൈഡ് റൈസ് കഴിക്കാതെ ഇരിക്കാനും പറ്റൂല. ഫ്രൈഡ് റൈസ് കഴിക്കാതിരിക്കാൻ പറ്റൂല. ഫ്രൈഡ് റൈസ് ഫ്രെഡ് റാംസ്ഡെൽ ഓർത്ത് വെക്കുക. ഇരിക്കാൻ പറ്റൂല അമേരിക്ക ഓർത്ത് വെക്കുക. സെറ്റ് അല്ലേ? അപ്പൊ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് 3 പേർക്കാണ് കിട്ടിയത്. നമ്മൾ കോഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞു. മേരി ബ്രോങ്കോ, ഷിമോൺ സഗാഗുച്ചി ജപ്പാൻ, ഫ്രെഡ് റാംസ്ഡെൽ അമേരിക്ക. 2 USA-ക്കാരും 2 അമേരിക്കക്കാരും അതുപോലെ തന്നെ 1 ജപ്പാൻകാരനുമാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. സെറ്റ് ആണ്. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കണം. എന്തിനാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത്? എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ഈ 3 പേർക്കും ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണോ അല്ലേ. അത് ഇത്രയേ ഉള്ളൂ. പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസ് പ്രക്രിയയാണ് ഇതിന് ആധാരമായിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ രഹസ്യം ചുരുളയിപ്പിച്ചതിനാണ് ഇവർക്ക് 3 പേർക്കും എന്ത് കിട്ടിയെന്നറിയോ? ഈ വർഷത്തെ 2025 നോബൽ പ്രൈസ്, നമ്മുടെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ആ രഹസ്യം ചുരുളയിപ്പിച്ചതിനാണ് ഇവർക്ക് 3 പേർക്കും ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തില് ഒരുപാട് എന്താണ് T കോശങ്ങളുണ്ട് അല്ലെ. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ലക്ഷക്കണക്കിന്, പുറത്തുനിന്ന് എന്തെങ്കിലും ബാക്ടീരിയയോ വൈറസോ ഒക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ നശിപ്പിക്കുന്ന ലക്ഷക്കണക്കിനായിട്ടുള്ള T കോശങ്ങൾ, T ലിംഫോസൈറ്റ് കോശങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ശരീരകലകൾക്ക് ഹാനികരമാകുന്ന T കോശങ്ങളും ഉണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് എന്താണ് നമ്മുടെ ശരീരകലകളെയൊക്കെ പ്രതിരോധിച്ച് നിർത്തുന്ന മറ്റ് ബാക്ടീരിയകളിൽ നിന്നൊക്കെ നമ്മളെ പ്രതിരോധിക്കുന്ന T കോശങ്ങളും ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ
തന്നെ എന്താണ് നമ്മുടെ ശരീര കലകളെ തന്നെ ബാധിക്കുന്ന T കോശങ്ങളുണ്ട് അല്ലെ, പ്രതികൂലമായിട്ട് ബാധിക്കുന്നവയുമുണ്ട്. ഇവ ചെറുപ്പത്തിൽ നശിച്ചു പോകും. അതായത് തൈമസ് എന്ന് പറയുന്ന ഗ്രന്ഥിയിലൂടെ കടന്നു പോവുകയും ഈ T കോശങ്ങൾ എന്താണ് നമ്മുടെ ശരീരത്തിന് ഹാനികരമാവുന്ന T കോശങ്ങൾ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നശിച്ചു പോവുകയും ചെയ്യും. എന്നാൽ തൈമസ് എന്ന് പറയുന്ന ഗ്രന്ഥിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ചില T കോശങ്ങൾ നമ്മുടെ ശരീരത്ത് തന്നെ നിലനിൽക്കുകയും അത് നമ്മുടെ ശരീരകലകൾക്ക് ഹാനികരമാവുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ നിയന്ത്രക നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്ന T കോശങ്ങളുണ്ടല്ലോ, മറ്റു വൈറസിൽ നിന്നും അതുപോലെ തന്നെ ബാക്ടീരിയയിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന T കോശങ്ങളുണ്ടല്ലോ, ഈ T കോശങ്ങൾ ഇവയുടെ ആക്രമണത്തിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കും. അതായത് നിയന്ത്രിത T കോശങ്ങളുണ്ട്. അതായത് നമ്മുടെ ശരീരത്ത് ഹാനികരമാകുന്ന T കോശങ്ങൾ നമ്മുടെ ശരീരത്തെ ആക്രമിക്കാതെ അതിനെ നിയന്ത്രിച്ച് നിർത്തുന്ന T കോശങ്ങളുണ്ട്. ഇതിനെയാണ് നിയന്ത്രക T കോശങ്ങൾ. ഇത് സകാഗുച്ചിയാണ് ആദ്യം കണ്ടുപിടിച്ചത്, ഈ നിയന്ത്രക T കോശങ്ങളെ. അപ്പൊ ഇതിന്റെ ഒരു കണ്ടുപിടുത്തം നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ആ ചുരുൾ അഴിയിപ്പിച്ചതിനാണ് ഇവർക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത്? ഈ പ്രാവശ്യത്തെ വൈദ്യശാസ്ത്രത്തിനുള്ള 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഓർത്തു വെക്കുക, ഒരു വാക്ക് ഒരു സെന്റൻസ് നിങ്ങൾ ഉറപ്പായിട്ടും ഓർത്തു വെക്കണം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നാൽ പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസ് എന്ന് പറയുന്ന പ്രക്രിയയാണ് ഇതിന് ആധാരമാക്കിയിട്ടുള്ളത്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം എങ്ങനെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്നതിനെ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണങ്ങൾക്കാണ് ആർക്ക് ഈ വർഷത്തെ 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം മേരിക്കും അതുപോലെ തന്നെ സകാഗുച്ചിക്കും അതുപോലെ തന്നെ ഫ്രെഡ് റാംസലിനും കിട്ടിയിട്ടുള്ളത്. ഓർത്തു വെച്ചേക്കാം, മേരിയും ഫ്രെഡും എവിടുത്തുകാരാണ്? USA ആണ്. സകാഗുച്ചി ജപ്പാൻകാരനാണ്. ഓക്കെ, സെറ്റ് ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാൻ നമുക്ക്. അടുത്തത് നമ്മൾ വരുന്നത് ഭൗതിക ശാസ്ത്രത്തിന് 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച ആളുകളിലേക്കാണ്. ആർക്കൊക്കെയാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്? അതും ഒരു 3 പേർക്കാണ് ലഭിച്ചത്. ആദ്യം നമുക്ക് ആ വ്യക്തികളിലേക്ക് വരാം. ജോൺ ക്ലാർക്ക് ബ്രിട്ടൻകാരനാണ്. മിഷേൽ എച്ച് ഡെവോറെ ഫ്രഞ്ച് ആണ്. ജോൺ എം മാർട്ടിൻസ് എവിടുത്തുകാരനാണ്? അമേരിക്കയാണ് അല്ലെ. ഇവർക്ക് 3 പേർക്കുമാണ് ഈ വർഷത്തെ ഭൗതിക ശാസ്ത്രം ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് കിട്ടിയവർ. ആരൊക്കെയാണ്? ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ, അതുപോലെ തന്നെ മിഷേൽ എച്ച് ഡെവോറെ ഫ്രഞ്ച്, ജോൺ എം മാർട്ടിൻസ് എവിടെയാണ്? അമേരിക്കക്കാരനാണ്. ഇനി നമ്മുടെ കണക്ഷനിലേക്ക് വരാം അല്ലെ. AI പിക്ചറും കോഡും വെച്ചിട്ടുള്ള നമ്മുടെ കണക്ഷനിലേക്ക് വരാം. ദാ ഇവിടെ നോക്കിക്കേടാ, നിങ്ങളെ പോലെ തന്നെ നമ്മുടെ എക്സാം ഒക്കെ നമ്മുടെ PSC എക്സാം ആയാലും എന്തെങ്കിലും എക്സാം ഒക്കെ എഴുതി ഒരു പോലീസുകാരനാകണമെന്ന് ആഗ്രഹിച്ച് ടെസ്റ്റ് ഒക്കെ എഴുതി പോലീസ് ടെസ്റ്റ് പാസ്സായി. പുള്ളി എന്താണ്? ജോൺ ആണ് നമ്മുടെ കഥാനായകൻ എന്ന് പറയുന്നത്. ജോണ് ടെസ്റ്റ് ഒക്കെ പാസ്സായി. ജോണിന് പോലീസുകാരനാണോന്നായിരുന്നു. ജോണ് ടെസ്റ്റ് ഒക്കെ പാസ്സായി. ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി കൃത്യം 10 AM അവിടെയുള്ള ഒരു ക്ലർക്കിന്റെ അടുക്കെ ഫിസിക്കൽ ടെസ്റ്റിന് വന്നിരിക്കുകയാണ്. ആര്? ജോണ് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് കൃത്യം 10 AM എവിടെ വന്നിരിക്കുകയാണ്? അവിടെയുള്ള ഒരു ക്ലർക്കിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയാണ് ജോൺ വന്നിരിക്കുന്നത്. അപ്പൊ ഫിസിക്സ് ഓർത്ത് വെക്കാം. ഇനി അവിടെയുള്ള ക്ലർക്ക് എങ്ങനെയാണ്? ഒരു മീശക്കാരൻ ക്ലർക്കാണ് അല്ലെ. അവിടെ ഇരിക്കുന്ന ക്ലർക്ക് എങ്ങനത്തെ ക്ലർക്കാണ്? ഒരു മീശക്കാരൻ ക്ലർക്കാണ്. കയ്യിൽ ഒരു ഡെവറയൊക്കെ പിടിച്ച് പുള്ളി ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. അപ്പൊ ഒരു മീശക്കാരൻ ക്ലർക്കാണ്, കയ്യിൽ ഒരു ഡെവറയൊക്കെ പിടിച്ച് എവിടെ ഇരിക്കുകയാണ്? ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഇനി പുള്ളിയുടെ ഡെവറയുടെ കയ്യിൽ ഇരിക്കുന്ന ഡെവറയുടെ അകത്ത് എന്തുണ്ടെന്നറിയോ? മട്ടൺ പീസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ഡെവറയുടെ അകത്ത് എന്തിരിപ്പുണ്ട്? മട്ടൺ പീസ് ഇരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ കിട്ടിക്കോളാം. അപ്പൊ ജോണ് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി കൃത്യം 8 AM അവിടെയുള്ള ക്ലർക്കിന്റെ അടുക്കെ വന്നു. അപ്പൊ ആരെ പഠിച്ചു വെക്കണം? ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ ആണ്. അവിടെ വന്നപ്പോ ആരെ കണ്ടു? ഒരു മീശക്കാരൻ ക്ലർക്കാണ്. കയ്യിൽ ഒരു ഡെവറയൊക്കെ പിടിച്ച് ഒരു മീശക്കാരൻ ക്ലർക്ക് ബെഞ്ചിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. മിഷേൽ എച്ച് ഡെവോറെ ഫ്രഞ്ച്. ഓർത്തു വെച്ചൂടെ? ബെഞ്ചിലിരിക്കുന്നു, ഫ്രഞ്ച്, മിഷേൽ എച്ച് ഡെവോറെ. ഇനി ആ ഡെവറയ്ക്കകത്ത് എന്തുണ്ട്? മട്ടൺ പീസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ മാർട്ടിൻസ് ഇരിക്കുന്നുണ്ട് അമേരിക്ക അല്ലെ. മാർട്ടിൻസ് അമേരിക്ക, മട്ടൺ പീസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും വ്യക്തികളെ കിട്ടിയില്ലേ? ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് 10 AM വന്നു എന്ന് പറഞ്ഞത് കേട്ടോ. ബ്രിട്ടൻ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ജോൺ ഫിസിക്കൽ ടെസ്റ്റിന് എത്ര മണിക്കാ വന്നത്? 10 AM വന്നു എന്ന് പറഞ്ഞപ്പോ ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ ആണെന്ന് ഓർത്തു വെക്കാം. ഇനി ആരുടെ അടുക്കലാണ്? അവിടെയുള്ള ക്ലാർക്കിന്റെ അടുക്കലാണ് വന്നത്. ക്ലർക്ക് ഒരു മീശക്കാരൻ ക്ലർക്കാണ്. മിഷേൽ എച്ച് ഡെവോറെ ഒരു ഡെവറയൊക്കെ പിടിച്ച് ബെഞ്ചിലിരിക്കുന്ന ക്ലർക്കാണ്. മിഷേൽ എച്ച് ഡെവോറെ ഫ്രഞ്ച് ആണ്. ബെഞ്ച് ഫ്രഞ്ചുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി ആ ഡെവറയിൽ എന്തുണ്ടെന്നാ പറഞ്ഞേ? മട്ടൺ പീസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ മാർട്ടിൻസ്, ജോൺ എം മാർട്ടിൻസ് അമേരിക്ക ഇരിക്കുന്നുണ്ട്. അമേരിക്ക ഓർത്തു വെക്കാലോ. സെറ്റ് അല്ലേ? അപ്പൊ ഓർത്തു വെച്ചേക്ക, ജോണ്, മിഷേല്,
ജോൺ എം മാർട്ടിൻസ് എന്നിവർക്കാണ് ഈ വർഷത്തെ 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇനി ആളുകൾ സെറ്റ് ആണെങ്കിൽ ഇനി അവരുടെ എന്തിന്റെ കണ്ടുപിടുത്തത്തിലേക്കാണെന്ന് നമുക്ക് വരാം. എന്തിന്റെ കണ്ടുപിടുത്തത്തിലാണ് ഇവർക്ക് 3 പേർക്കും ഈ വർഷത്തെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്? അത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ ക്വാണ്ടം മെക്കാനിസത്തിന്റെ സ്വാധീനം തെളിയിക്കുന്ന ഗവേഷണങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേടാ, മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗും ഇലക്ട്രിക് സർക്യൂട്ടിലെ ഊർജ്ജ ക്വാണ്ടൈസേഷനും കണ്ടുപിടിച്ചതിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗും ഇലക്ട്രിക് സർക്യൂട്ടിലെ ഊർജ്ജ ക്വാണ്ടൈസേഷനും കണ്ടുപിടിച്ചതിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓർത്തു വെച്ചേക്കണം ആരൊക്കെയാണ്? ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ ആണ്, മിഷേലസ് ഡെവോറെ എവിടെയാണ്? ഫ്രഞ്ച് ആണ്. അതുപോലെ തന്നെ ജോൺ എം മാർട്ടിൻസ് അമേരിക്കയാണ്. ഇവർക്ക് 3 പേർക്കുമാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള ഈ വർഷത്തെ 2025 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. സെറ്റ് ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാൻ നമുക്ക്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് രസതന്ത്രത്തിനുള്ള ഈ വർഷത്തെ നോബൽ പ്രൈസ് കിട്ടിയവരിലേക്കാണ്. രസതന്ത്രം കെമിസ്ട്രിക്ക് ഈ പ്രാവശ്യം 2025 കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണ്? ആദ്യം വ്യക്തികളിലേക്ക് തന്നെ നമുക്ക് വരാം. ഒമർ എം യാഗി, സുസുമു കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ എന്നിവർക്കാണ് ഈ വർഷത്തെ എന്താണ് കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയവര്. ഒമർ എം യാഗി US ആണ്, ജനിച്ചത് ജോർദാനാണ്. സുസുമ കിറ്റാഗാവ ജപ്പാനാണ്. അതുപോലെ തന്നെ റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയ ആണ്, ജനിച്ചത് ബ്രിട്ടനിലാണ് ജനിച്ചിട്ടുള്ളത്. അപ്പൊ ഓർത്ത് വെക്കാം, ഇവരെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. എന്തായാലും ആളുകളുടെ പേര് കിട്ടിയ സ്ഥിതിക്ക് ഇനി നമ്മുടെ കണക്ഷൻ കോഡ് വെച്ച് ഇവരെ ഒന്ന് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഇവിടെ നോക്കിക്കോടാ, ഈ ഇരിക്കുന്നത് ആരാണ്? ഒന്നുമില്ലെങ്കിലും നമ്മൾ സിനിമയൊക്കെ കാണുന്നവരാണെങ്കിൽ ഈ പുള്ളീനെ നമുക്ക് പരിചയം ഉണ്ടാവും അല്ലേ? അഡാർ ലവ് ഒക്കെ കണ്ടിട്ടുള്ള സിനിമയൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ സംവിധായകനാണ് ഈ ഇരിക്കുന്നത്. ഈ പുള്ളീനെ ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഒട്ടുമിക്ക പേർക്കും പരിചയം ഉണ്ടാകും. ഒമർ ലുലു ആണല്ലേ ഈ ഇരിക്കുന്നത്. ആരാണ്? ഒമർ ലുലു ആണ് ഈ ഇരിക്കുന്നത്. അപ്പൊ ഒമർ ലുലു ഭയങ്കര ധ്യാന നിരതനായിട്ടിരിക്കുകയാണ്. ഒരു യോഗ പൊസിഷനിലൊക്കെയാണ് നമ്മുടെ ഒമർ ലുലു ഇരിക്കുന്നത്. ഒമർ ലുലുവിന് യോഗ കഴിഞ്ഞ് വന്നാൽ കുടിക്കാൻ വേണ്ടി എന്ത് വേണം? നല്ല ഓർഗാനിക് രസം വേണമെന്ന് ഓർത്ത് വയ്ക്കുക. ഒമർ ലുലുവിന് യോഗയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുടിക്കാൻ എന്ത് വേണം? നല്ല ഓർഗാനിക് രസം വേണം. ഈ ഓർഗാനിക് രസം കുടിക്കണമെങ്കിൽ എന്താണ്? ഒന്നാമത്തത് ഒമറിന്റെ കയ്യിൽ ഒരു കിറ്റ് വേണം. ഓർഗാനിക് രസം മേടിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒമറിന്റെ കയ്യിൽ എന്ത് വേണം? ഒരു കിറ്റ് വേണം. രണ്ടാമത് ഒമറിന്റെ കയ്യിൽ എന്ത് വേണം? ഒമർ റിച്ച് ആയിരിക്കണം. കാരണം ഓർഗാനിക് രസമാണല്ലോ, അതുകൊണ്ട് തന്നെ ഒമർ എന്തായിരിക്കണം? റിച്ചുമായിരിക്കണം. അപ്പൊ യോഗ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന നമ്മുടെ ഒമറിന് എന്ത് കുടിക്കണം? ഓർഗാനിക് രസം കുടിക്കണം. ഓർഗാനിക് രസം കുടിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് വേണം? ഫസ്റ്റ് ഓഫ് ഓൾ ഒമറിന്റെ കയ്യിൽ ഒരു കിറ്റ് വേണം. രണ്ടാമത്തത് ഓർഗാനിക് രസം ആയതുകൊണ്ട് തന്നെ ഒമർ റിച്ചുമായിരിക്കണം. ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പേരുകളിലേക്ക് വരാം. ഒമർ ലുലുവിനെ നമ്മൾ വെച്ച് കണക്ട് ചെയ്തു. ഒമർ എം യാഗി എന്താണ്? യോഗ പൊസിഷനിൽ ഇരിക്കുകയാണ് ഒമർ എം യാഗി. ഒമർ എം യാഗിക്ക് ഒമറിന് എന്ത് കുടിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്? ഓർഗാനിക് രസം കുടിക്കണം. അപ്പോ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക് കിട്ടണം. MOF കണ്ടുപിടുത്തത്തിനാണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിന്റെ കണ്ടുപിടുത്തത്തിനാണ്. അപ്പൊ ഓർഗാനിക് രസം, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്, രസതന്ത്രവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കണം. അപ്പൊ രസം കുടിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഒരു കിറ്റ് വേണം. കിറ്റാഗാവ, സുസുമു കിറ്റാഗാവ ഓർത്ത് വെക്കാലോ. സുസുമു കിറ്റാഗാവയാണ്. രണ്ടാമത് എന്തായിരിക്കണം? ഓർഗാനിക് രസമായതുകൊണ്ട് ഒമർ റിച്ചുമായിരിക്കണം. റിച്ചാർഡ് റോബ്സൺ കിട്ടിയില്ലേടാ? അപ്പൊ പേരുകൾ ഓർത്ത് വെച്ചേക്കാം. ഒമർ എം യാഗി, സുസുമു കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ എന്നീ 3 പേർക്കാണ് രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ്. എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് എന്ത് കിട്ടിയത്? ഇപ്രാവശ്യത്തെ 2025 രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവർക്ക് എന്തിനാണ് ഈ പ്രൈസ് കിട്ടിയിട്ടുള്ളത്? ഈ നോബൽ പ്രൈസ്, ഇപ്രാവശ്യത്തെ നോബൽ പ്രൈസ് രസതന്ത്രത്തിനുള്ളത് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ വാതക സംഭരണം, ജലശുദ്ധീകരണം തുടങ്ങിയ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള പദാർത്ഥമായിട്ടുള്ള MOF മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ കണ്ടുപിടുത്തത്തിനാണ് ആർക്ക്? സുസുമു കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി എന്നിവർക്ക് 2025 രസതന്ത്രത്തിനുള്ള കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയതെന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ ആളുകളെ പഠിക്കുന്നതോടൊപ്പം തന്നെ എന്താണ്, അവർക്ക് എന്തിന്റെ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇപ്രാവശ്യത്തെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് എന്നുകൂടി പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതിലേക്ക് വന്നാൽ സമാധാനത്തിനുള്ള നോബൽ
നോബൽ പ്രൈസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? മരിയ കൊരീന മച്ചാഡോയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആർക്കാണ്? മരിയ കൊരീന മച്ചാഡോയ്ക്കാണ് നോബൽ പ്രൈസ് 2025 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. ഇന്ന് നമ്മൾ ഡെയിലി കറണ്ട് അഫേഴ്സിൽ പോയ സമയത്ത് ഒരുപാട് നല്ല ഇതിലും നല്ല ഞാൻ പറയുന്നതിനേക്കാളും നല്ല കോഡുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ നോബൽ പ്രൈസ് 2025 എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ക്ലാസ് ആണ്. ഇതിന്റെ അടിയിലും എന്താണ് നിങ്ങളുടെ കമന്റുകൾ, നിങ്ങളുടെ കോഡുകൾ ഇടാൻ മറക്കരുത്. അപ്പൊ പിന്നെ പല ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കോഡ് തിരക്കി പോകണ്ട. ഒറ്റ ക്ലാസ്സിന്റെ അടിയിൽ തന്നെ നമ്മുടെ കോഡ് കിടന്നോളും. അപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ കോഡുകളായാലും കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടണം കേട്ടോ. അപ്പൊ നമ്മുടെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ മരിയ കൊരീന മച്ചാഡോയ്ക്കാണ് എന്ത് ലഭിച്ചത്? നമ്മുടെ സമാധാനത്തിനുള്ള 2025 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് അതാ മരിയ കൊച്ചിനാണ് അല്ലെ. മരിയ കൊച്ചിനാണ് എന്ത് ലഭിച്ചത്? മരിയ കൊരീന മച്ചാഡോയ്ക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവാണ് ആരെന്ന് പറയുന്നത്? മരിയ എന്ന് പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കോഡ് ഞാൻ പറയാം. ഏത് വേനലിലും വെനസ്ല കണക്ട് ചെയ്യണം കേട്ടോ. ഏത് വേനലിലും നമ്മുടെ സമാധാനത്തിന് വേണ്ടി കരിയാതെ ഉണങ്ങാതെ നിൽക്കുന്ന മച്ചാനാണ് നമ്മുടെ മരിയ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കോഡ്. അപ്പൊ നിങ്ങളുടെ കോഡുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടണം കേട്ടോ. അപ്പൊ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് എന്താണ്? മരിയ കൊരീന മച്ചാഡോയ്ക്കാണ്. ഏത് വേനലിലും സമാധാനത്തിന് വേണ്ടി കരിയാതെ ഉണങ്ങാതെ നിൽക്കുന്ന മച്ചാനാണ് നമ്മുടെ മരിയ എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ 2025 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് മരിയ കൊച്ചിനാണ് നേടിയിട്ടുള്ളത്. വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ മരിയ കൊച്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? മരിയക്കാണ് ഈ വർഷത്തെ ട്രംപിന്റെ മോഹങ്ങളെയൊക്കെ മുളയിലെ നുള്ളി എറിഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ എനിക്ക് സമാധാനത്തിനുള്ള നോബൽ തരൂ, എനിക്ക് സമാധാനത്തിനുള്ള നോബൽ തരൂ എന്ന് പറഞ്ഞു നടന്ന നമ്മുടെ ട്രംപിന്റെ മോഹത്തെ മുളയിലെ നുള്ളിക്കളഞ്ഞുകൊണ്ട് ആർക്കാണ് ഈ വർഷത്തെ 2025 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടിയത്? അത് വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവാണ് മരിയ കൊരീന മച്ചാഡോയാണ്. നിഷ്പക്ഷവും ജനാധിപത്യവുമായ തിരഞ്ഞെടുപ്പിന് വേണ്ടി ജനാധിപത്യമായ നീക്കങ്ങൾക്ക് വേണ്ടി ബുള്ളറ്റിനു മുകളിൽ ബാലറ്റ് പേപ്പറിന് വേണ്ടി നിന്ന വനിതയാണ് ആരെന്ന് പറയുന്നത്? മരിയ എന്ന് പറയുന്നത്. അന്ധകാരത്തിന്റെ അതായത് നമ്മുടെ വിവേചനത്തിന്റെയും അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യത്തിന്റെയും ഒക്കെ അന്ധകാരത്തിനൊടുവിൽ സമാധാനത്തിന്റെ തീജ്വാല തെളിയിച്ച വ്യക്തി എന്നാണ് നോബൽ കമ്മിറ്റി പോലും ആരെപ്പറ്റി പറഞ്ഞത്? മരിയയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ സമാധാനത്തിന് വേണ്ടി കഴിഞ്ഞ ലാറ്റിൻ അമേരിക്കൻ പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ എന്താണ് മുൻനിര പോരാളിയായി ജനാധിപത്യത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് മരിയ എന്ന് പറയുന്നത്. വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവാണ്. സ്വേച്ഛാധിപത്യത്തിനെതിരായും ജനാധിപത്യത്തിന്റെ ജ്വാല തെളിയിച്ച് മുന്നോട്ട് വന്ന സ്വേച്ഛാധിപത്യത്തിനെതിരെ ജനാധിപത്യത്തിന്റെ ജ്വാല തെളിയിച്ച് മുന്നോട്ട് വന്ന വ്യക്തിയാണ് മരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ 2025 നമ്മുടെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് അർഹയായത് ആരാണ്? അത് നമ്മുടെ മരിയ ആണെന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസിലേക്കാണ് നമുക്ക് വരുന്നത്. സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? അത് ലാസ്ലോ ക്രോസ്നാഹോർക്കെയ്ക്കാണ്. എവിടുത്തുകാരനാണെന്നറിയോ? ഹംഗേറിയക്കാരനാണ് കേട്ടോ. ഹംഗേറിയൻ എഴുത്തുകാരനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ലാസ്ലോ ക്രോസ്നാഹോർക്കെ എന്ന് പറയുന്നത്. അപ്പൊ 2025 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ആർക്കാ ലഭിച്ചത്? അത് ലാസ്ലോ ക്രോസ്നാഹോർക്കെയ്ക്കാണ് ലഭിച്ചത്. ഹംഗേറിയൻ എഴുത്തുകാരനാണ് നമ്മുടെ ലാസ്ലോ ക്രോസ്നാഹോർക്കെ എന്ന് പറയുന്നത്. ഇതിന്റെ നമ്മുടെ കോഡ് എന്താണ്? സാഹിത്യം എഴുതാൻ സാഹിത്യത്തിലെ ശ്ലോകങ്ങള് ഏറിയ പാടാണ് ഓർത്തുവെക്കാൻ അല്ലെ. സാഹിത്യത്തിലെ ശ്ലോകങ്ങള് ഓർത്തുവെക്കാൻ ഏറിയ പാടാണ്. സാഹിത്യം ശ്ലോകം ലാസ്നോ ഓർത്തുവെക്കാൻ ഹോർക്കൈ, ലാസ്ലോ ക്രോസ്ന ഓർത്തുവെക്കാൻ ഏറിയ പാടാണ് ഹംഗേറിയ. ഓർത്തുവെച്ചൂടെ? അപ്പൊ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? ലാസ്ലോ ക്രോസ്നാഹോർക്കെയ്ക്കാണ്. കോഡ് ഇതാണ്. ഏതെന്നാണ്? സാഹിത്യത്തിനുള്ള ശ്ലോകങ്ങൾ ഓർത്തുവെക്കാൻ ഏറിയ പാടാണെന്ന് ഓർത്തുവെച്ചാൽ മതി. ലാസ്ലോ ക്രോസ്നാഹോർക്കെ കിട്ടണം. അതിന്റെ എവിടെയെങ്കിലും ഒരു അറ്റവും മൂലയും കിട്ടിയാൽ മതിയടാ. എക്സാമിന് ഈ പേര് കണ്ടാൽ നിങ്ങൾ ആൻസർ ചെയ്തോളും കേട്ടോ. പിന്നെ നിങ്ങൾ എന്നെക്കാളും നല്ല കോഡുകളൊക്കെ അറിയാവുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ കമന്റ് ബോക്സിൽ എന്തായാലും കോഡ് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പൊ ഹംഗേറിയൻ എഴുത്തുകാരനായിട്ടുള്ള ലാസ്ലോ ക്രോസ്നാഹോർക്കെയ്ക്കാണ് എന്ത് കിട്ടിയത്? ഈ പ്രാവശ്യത്തെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. ഓർത്തു വെച്ചേക്കണം. ഇനി ലാസ്റ്റിലേക്ക് നമ്മൾ വന്നു. സാമ്പത്തികത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണ്? സാമ്പത്തികത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ആദ്യം നമുക്ക് വ്യക്തികളിലേക്ക് പോകാം അല്ലെ. ഫിലിപ്പ് അക്കിയോണ് ഫ്രഞ്ചുകാരനാണ്. ജോയൽ മൊക്കീർ ഇസ്രയേൽ അമേരിക്കക്കാരനാണ്. പീറ്റർ ഹോവിറ്റ് കാനഡക്കാരനാണ്. അപ്പൊ സാമ്പത്തികം 2025 സാമ്പത്തികത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ആർക്കൊക്കെയാണെന്നാണ്?
ഫിലിപ്പ് അക്കിയോണ് ഫ്രഞ്ചുകാരനാണ്. അതുപോലെ തന്നെ ജോയൽ മൊക്കീർ ഇസ്രയേൽ അമേരിക്കക്കാരനാണ്. പീറ്റർ ഹോവിറ്റ് കാനഡക്കാരനാണ്. ഇവർക്ക് 3 പേർക്കുമാണ് എന്ത് ലഭിച്ചത്? നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് കോഡ് വെച്ച് കണക്ട് ചെയ്താലോ. നമ്മുടെ ലോൺ എടുത്ത് നമ്മുടെ ജോയൽ വാങ്ങിയ മോട്ടോർ കാറ് വിറ്റ് പോയി എന്നോർത്താ മതി. അപ്പൊ ഒരു സാമ്പത്തിക ഇടപാടൊക്കെ അവിടെ നടന്നല്ലേ. അപ്പൊ എന്താണ്? നമ്മുടെ ലോൺ എടുത്ത് നമ്മുടെ ജോയൽ വാങ്ങിയ മോട്ടോർ കാറ്. ലോൺ എടുത്ത് ജോയൽ വാങ്ങിയ എന്താണ്? മോട്ടോർ കാറ് വിറ്റ് പോയി എന്നോർത്താ മതി. ലോൺ എടുത്ത് ഫിലിപ്പ് അക്കിയോണ് ഓർത്ത് വെച്ചേക്കണം, ഫ്രഞ്ച് ആണ്. ഫിലിപ്പ് അക്കിയോൺ എവിടെയാണ്? ഫ്രഞ്ച് ആണ്. ജോയൽ വാങ്ങിയ മോട്ടോർ കാർ അല്ലെ, ലോൺ എടുത്ത് ആര് വാങ്ങിയതാണ്? ജോയൽ വാങ്ങിയ മോട്ടോർ കാർ ജോയൽ മൊക്കീർ ഓർത്ത് വെക്കാലോ. വിറ്റ് പോയി പീറ്റർ ഹോവിറ്റ്. അവസാനത്തെ വ്യക്തി ആരാണ്? പീറ്റർ ഹോവിറ്റ് ഓർത്ത് വെച്ചൂടെ. അപ്പൊ ആരൊക്കെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ഈ പ്രാവശ്യത്തെ നോബൽ സമ്മാനം ലഭിച്ചത്? ഫിലിപ്പ് അക്കിയോണ്, അതുപോലെ തന്നെ ജോയൽ മൊക്കീർ, പീറ്റർ ഹോവിറ്റ്. എന്താണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്? ലോൺ എടുത്ത് ജോയൽ വാങ്ങിയ മോട്ടോർ കാർ വിറ്റ് പോയി. അവിടെ ഒരു സാമ്പത്തിക ഇടപാട് നടന്നു. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ഇപ്രാവശ്യത്തെ നോബൽ പ്രൈസ് ഓർത്ത് വെക്കാലോ. തെറ്റാണെങ്കിൽ അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവർക്ക് ഇപ്രാവശ്യത്തെ 2025 സാമ്പത്തികത്തിനുള്ള നോബൽ പ്രൈസ് കൊടുത്തത്? ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു വെക്കണം. കഴിഞ്ഞു പോയിട്ടുള്ള എക്സാമിലൊക്കെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ സമ്മാനത്തുക കിട്ടിയത് ആർക്കാണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമ്മൾ പഠിക്കുകയാണ്. എന്തിന്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് ചോദിച്ചാൽ നവീകരണത്താൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയെ വിശദീകരിച്ചതിനാണ് ഇവർക്ക് 3 പേർക്കും എന്ത് കിട്ടിയിട്ടുള്ളത്? സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2025 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇനി അതിൽ തന്നെ ജോയൽ മൊക്കീറിനാണ് ഒരു പകുതി കിട്ടിയിട്ടുള്ളത്. ജോയലിനാണ് ഒരു പകുതി കിട്ടിയത്. എന്തിനാണെന്നറിയോ? സാങ്കേതിക പുരോഗതിയിലൂടെ സുസ്ഥിര വളർച്ചയുടെ മുൻ വ്യവസ്ഥകളെ തിരിച്ചറിഞ്ഞതാണ് ഒരു പകുതി ആർക്ക് കിട്ടിയത്? ജോയലിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, നവീകരണത്താൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയെ വിശദീകരിച്ചതിനാണ് ഇവർക്ക് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2025 നോബൽ പ്രൈസ് ലഭിച്ചത്. ഇതിൻ്റെ അകത്ത് ഒരു പകുതി ആർക്കാ ലഭിച്ചത്? അത് ജോയൽ മൊക്കീറിനാണ് ലഭിച്ചിട്ടുള്ളത്. എന്തിനാണ്? സാങ്കേതിക പുരോഗതിയിലൂടെയുള്ള സുസ്ഥിര വളർച്ചയുടെ മുൻ വ്യവസ്ഥകളെ തിരിച്ചറിഞ്ഞതിനാണ് നമ്മുടെ ജോയൽ മൊക്കീറിന് ഒരു പകുതി ലഭിച്ചത്. ഇനി മറുപകുതി ആർക്കാണ് ലഭിച്ചത്? അത് സൃഷ്ടിപരമായ നാശത്തിലൂടെ സുസ്ഥിര വളർച്ചയുടെ സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചതിന് ഫിലിപ്പിനും അതുപോലെ തന്നെ പീറ്ററിനും, ഫിലിപ്പ് അക്കിയോണിനും പീറ്റർ ഹോവിറ്റിനുമാണ് മറുപകുതിയും ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു പകുതി ആർക്കാണ്? ജോയലിനാണ്. ജോയലിന് എന്തിനാണ്? സാങ്കേതിക പുരോഗതിയിലൂടെ സുസ്ഥിര വളർച്ചയുടെ മുൻ വ്യവസ്ഥകളെ വിശദീകരിച്ചതിന് ജോയലിനാണ് ഒരു പകുതി കിട്ടിയെങ്കിൽ അടുത്ത പകുതി ആർക്കാണ്? ഫിലിപ്പ് അക്കിയോണിനും പീറ്റർ ഹോവിറ്റിനുമാണ്. എന്തിനാണ്? സൃഷ്ടിപരമായ നാശത്തിലൂടെ സുസ്ഥിര വളർച്ചയുടെ സിദ്ധാന്തങ്ങളെ ആവിഷ്കരിച്ചതിനാണ് ഇവർക്ക് മറുപകുതി കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഓർത്ത് വെക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്സാവരുത്. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ 2025 നോബൽ പ്രൈസ് ഫുൾ എന്താണ് കോഡും കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചിരിക്കുകയാണ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നെക്കാളും നല്ല കോഡുകൾ അറിയാവുന്നവരാണ് നിങ്ങൾ. അപ്പൊ എന്താണ് 2-3 ക്ലാസ്സിലായിട്ട് നമ്മൾ എടുത്തത് ഡെയിലി കറണ്ട് അഫേഴ്സിൽ പല ക്ലാസ്സുകളിലായിട്ട് എടുത്ത നോബൽ പ്രൈസ് എന്താണ് നമ്മൾ ഒരൊറ്റ ക്ലാസ്സിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ കോഡുകളും അപ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടണം. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്താണ് ഏത് കോഡാണോ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഏത് കോഡാണോ ഏറ്റവും കൂടുതൽ അവർക്ക് കണക്ട് ചെയ്യാൻ തോന്നുന്ന ആ കോഡുകൾ അവർക്ക് വെച്ച് പഠിക്കാം. അതുകൊണ്ട് ആരും മറക്കരുത്, നിങ്ങളുടെ കോഡുകളും കൂടി കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. അങ്ങനെ നമ്മൾ 2025 നോബൽ പ്രൈസ് പഠിച്ചു. ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്, ആളുകളുടെ പേരുകൾ നമുക്ക് കോഡൊക്കെ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഓർത്തിരിക്കാൻ പറ്റും. ഒരു അറ്റവും മൂലയൊക്കെ നമുക്ക് കിട്ടിയാൽ മതി. ഓപ്ഷനിൽ വന്നാൽ കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ അവർ കൊടുത്ത കോൺട്രിബ്യൂഷനും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഏതൊക്കെ മേഖലയിലെ കോൺട്രിബ്യൂഷൻ ആണ്, എന്തിന്റെയൊക്കെ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോരുത്, മറന്നു പോരുത്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു ക്ലാസ്സുമായിട്ട് നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഓൾ.